കാസർഗോഡ് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പിന്നീട് ചുറ്റാനാവുമ്പോൾ എന്താവും? ചുറ്റാണ് ചെയ്യുമ്പോൾ തിരിച്ച് പ്രിന്റ് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഒരു കംപ്ലീറ്റ് പൂർത്തിയായ ശേഷം നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ അതിൽ ഒരു ടെക്നിക്കൽ അവിടെ ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അതാണ് നമ്മൾ പറയുന്നത്. അതെ, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം ഫസ്റ്റ് സെഷനിലാണ് ഇതൊക്കെ അവർക്ക് ഒരു പരിചയക്കുറവ് ഉണ്ടാവാൻ നമുക്കറിയില്ല. അവിടെ CCTV പരിശോധിച്ചാലേ അറിയാം അവിടെ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് 4 മെഷീനിൽ സംഭവിച്ചിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. 4 മെഷീൻ അങ്ങനെയാണ് കംപ്ലൈന്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഒരു മെഷീൻ എടുത്തിട്ടാണ് അവർ ഫുൾ 1000 വോട്ട് ചെയ്തത്. അതേ മെഷീനാണ് എന്റെ കയ്യിൽ നമ്പർ ഉൾപ്പെടെയുണ്ട്. 1000 വോട്ട് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ 1000 വോട്ട് ടാലി ആവോ? ഇല്ല. അവർക്ക് പരാതി ഉൾപ്പെട്ട ഇതെല്ലാം അവരല്ലേ പിക്ക് ചെയ്യുന്നത്. ഏതാ there is no problem. അത് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. ഇതിൽ ഒരു പ്രോബ്ലം ഇല്ല. എന്ത് പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്? ഒരു പ്രോബ്ലം ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലേ, ഒരു പ്രവൃത്തി ഈ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൽ ഓഫാക്കി എന്തെങ്കിലും അങ്ങോട്ട് കോഴിപ്പുണ്ടെങ്കിൽ അവിടെ ആണ് ചെയ്യുമ്പോൾ പ്രിന്റ് വന്ന് കാണും. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ കമന്റ് കൊടുത്തു. ഇപ്പൊ അതിൽ പ്രിന്റ് പറയുക. ഓക്കെ, സെയിം. അപ്പോ ഇപ്പൊ ഇതില് ഒരു ആശങ്കയും വേണ്ട. ഓക്കെ, ഇതില് സപ്പോസ് ഇപ്പൊ നിങ്ങൾ കൺവിൻസിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. So yeah, yesterday itself it was resolved and the political parties convinced and they have signed the paper, the certificate given. I have because today Election Commission told the Supreme Court that there was no such issue here. There was a glitch and it was rectified. That's what you are saying, right? See, that is what I'm saying. Whatever complaint they are saying, they were convinced. Okay, and they have signed the papers. Okay, they have signed the paper. So ഒരു ആശങ്കയും വേണ്ട. No need of making any I mean ഇത് നമ്മുടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഓക്കെ, ഇത്രയും പ്രാവശ്യം നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. Okay. Election Commission told Supreme Court that the district collector said there was no glitch at all. There was a glitch and you resolved it. No, there is no problem at all. There is no problem at all. Complaint വന്നു. ആ കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടി. ആ കംപ്ലൈന്റ് ചെയ്ത ആളുകൾ ഏത് മെഷീനിൽ പറഞ്ഞിട്ടുണ്ടോ ആ മെഷീൻ അവരെ പിക്കപ്പ് ചെയ്തു. 1000 വോട്ട് ഇട്ടു. ടാലിയായി. അവർ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തു. കംപ്ലൈന്റ് കഴിഞ്ഞു. വേറെ എവിടെയാണ് കംപ്ലൈന്റ് പറഞ്ഞത്? ഇതാ, യു ആർ ഗോയിങ് സോ ഡീപ്പ്. സി, നിങ്ങൾ അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞത് ഇല്ല. സി, നോ സി, റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട്. ഓക്കെ, ഐ ആം കൺവിൻസ്ഡ് ആണ്. പിന്നെ അത് ശരിയല്ല എന്ന് സുപ്രീം കോർട്ടില് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു the news report is false എന്ന് പറഞ്ഞു. Yes. But what happened is the news report reported only what happened at the. I am not going into what you reported and all. Okay, I am stating what I know to my best of my knowledge. Best of my knowledge. Report share cheyo sir. Eda? Assistant returning officer report share cheyo. Yes, everything we will share everything. See, again I am saying നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. Okay, it will be fully disclosed. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ ഈ റൂമിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ സംശയത്തോടെ തന്നെ നിങ്ങൾ പുറത്തു പോയാൽ എനിക്ക് പരാജയപ്പെട്ടു എന്നാണ് എന്റെ ഇത്. See, my point is there was no problem at all. Okay, ഇത് അവർക്ക് ഒരു ആളുകൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡൗട്ടോ സംശയമോ വരാം. ഓക്കെ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച അത് മൈൻഡ് പ്രോസസ് ചെയ്ത് അത് നമുക്ക് അകത്തേക്ക് ഉൾക്കൊള്ളിച്ച് നമ്മൾ ബ്രെയിനിൽ അത് വന്ന് പിരിച്ച് നമ്മൾ അതിന്റെ റെസ്പോൺസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് എ വെരി ക്ലിയർ കട്ട്, വെരി ട്രാൻസ്പാരന്റ് പ്രോസസ്. ഓക്കെ, അപ്പൊ അതിലെല്ലാരും വിശ്വസിക്കണം. പരാതിപ്പെട്ട രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത് സമഗ്രമായ അന്വേഷണം CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇത് സമഗ്രമായ അന്വേഷണം എൻക്വയറി വേണം.
അപ്പൊ അതിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? ഇല്ല. എന്ത് സംഭവിച്ചു എന്ന്? എന്ത് സംഭവിച്ചിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഞാൻ നോക്കി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. And the VVPAT had the notice printed, right? No, see what I am saying. I have given my report. I will give the same report to you. Okay, Also share whatever. the assistant returning officer report is sharing, sir. Yes, see, we will give. See, I am saying whatever you want regarding this. Okay, so-called that event, we will give. ഇന്നലെ ബന്ധപ്പെട്ട അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വിവിപാറ്റ് സ്ലിപ്പ് സാധാരണ വലിയ സ്ലിപ്പാണ് വരുന്നതെന്നും ഇതിൽ ഈ പറയുന്ന ഒരു ലോട്ടസ് സിമ്പിളുള്ള ഒരു സ്ലിപ്പ് നോട്ട് ടു ബി കൗണ്ടഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ലിപ്പാണ് വരുന്നത്. പക്ഷെ ആ രേഖപ്പെടുത്താൻ വളരെ ചെറുതായിരുന്നു, ഈ സിമ്പിൾ വലുതായി പ്രൊജക്ട് ചെയ്ത് കാണുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംശയിച്ചത്. അപ്പോൾ ഈ പറയുന്ന ഈ സംഭാഷണത്തിൽ വരുന്നൊരു ആശങ്കയുണ്ടല്ലോ, അതാണ് ഇല്ല, മൊത്തത്തിൽ. ഞാൻ കാസർഗോഡിന്റെ റിട്ടേണിംഗ് ഓഫീസറാണ്. ഓക്കെ, ഞാൻ FLC നടത്തി, കമ്മീഷനിങ് നടത്തി, അടുത്ത ഇലക്ഷൻ നടത്താൻ പോവുകയാണ്. ഇലക്ഷൻ ദിവസവും 50 പോളിംഗ് ഇത് അതെല്ലാം അവിടെ വെച്ചിട്ടാണ് പ്രദേശമായി നടത്തുന്നത്, പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നടത്തും. ഈ പ്രോസസ്സ് നിങ്ങൾ എല്ലാവരും ഫുൾ വാച്ച്ഫുൾ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന കൊണ്ടുപോകാം. നോ അങ്ങനല്ല. അതായത് ഒരു കമ്മീഷനിങ് നടക്കുന്ന സമയത്തും ഇപ്പൊ ഇത് നമ്മൾ 1000 വോട്ട് ഇവിടെ മാത്രം ചെയ്തിട്ടില്ല, അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷൻ എന്ത് പറയുന്നുണ്ട്, കമ്മീഷനിങ് നടക്കുന്ന സമയത്ത് 5% കൺട്രോൾ യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് കൺട്രോൾ യൂണിറ്റ് കണക്കാണ്. കൺട്രോൾ യൂണിറ്റിന്റെ 5% എടുത്തിട്ട് നമുക്ക് മാർക്ക് പോൾ നടത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കാൻഡിഡേറ്റ്സിന് ചൂസ് ചെയ്യാം ഏത് മെഷീനാണ് വേണ്ടത്, റാൻഡം ആയിട്ട് നിങ്ങൾ പിക്കപ്പ് ചെയ്യാം. ഇത് എനിക്ക് 650 മെഷീൻ ഉണ്ടെന്ന് വെക്കാം, അതിൽ നിങ്ങൾ എത്ര മെഷീൻ വേണോ 5% മെഷീൻസ് നിങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് അത് അവർ ചെയ്തത് മാത്രമല്ല കൗണ്ടിങ്ങും നടത്തി. EVM-നെ കുറിച്ചുള്ളത് തെറ്റായ പ്രചാരണമെന്നാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ പറയുന്നത്. പാർട്ടി പ്രതിനിധികളെല്ലാം ഇതിൽ തൃപ്തരാണ് എന്ന് എഴുതി നൽകിയിട്ടുണ്ട്. വിവിപാറ്റ് വിഷയത്തിൽ എല്ലാത്തിനെയും സംശയിക്കാൻ ആകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കണം എന്നും എല്ലാ ഹർജിക്കാരോടും വിശദീകരിക്കാനാകുമോ എന്നുമൊക്കെ കോടതി ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് വിശദമായി പറയുകയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ. മാധ്യമപ്രവർത്തകർ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം വന്നു, തോറ്റുനിന്ന സ്ഥാനാർത്ഥികൾ എന്നതിനപ്പുറത്തേക്ക് വലിയ ഇത്തരത്തിൽ ഇലക്ഷന് മുമ്പായിട്ട് ഉയരുന്ന ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അത് ആ രീതിയിലല്ല, കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, തന്റെ അണ്ടറിലാണ്, തന്റെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിൽ യാതൊരു കൃത്രിമത്വവും ഇല്ലെങ്കിൽ യാതൊരു തരം വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ.